കപ്പൽ വെറുതെ ഇടാത്ത കഴിവറുടെ പ്രൊട്ടക്ഷന് കേരള പോലീസ് മൈത്താണ്ടികള്. സർ, നിങ്ങൾക്ക് ഇവിടെയാണ് ക്യാമ്പ് ചെയ്യാൻ സൗകര്യം? ഈ കാണുന്ന സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. അതൊക്കെ മതി സർ, ഞങ്ങൾക്ക് ഇതൊക്കെ ശീലമാണ്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടാണ് പള്ളിക്കപ്പുറത്തുള്ളത്. ഇവര് താമസിക്കുന്നതില് അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഗണേശ കോൺട്രാക്ടർ ഇവിടെ ഇല്ലേടോ? പ്രതി ജിഷ്ണുവിന്റെ വീട് അങ്ങനെ അല്ല സാർ. പ്രതിയുടെ വീട്ടിലാണോടോ കേസ് അന്വേഷിക്കാൻ വന്ന പോലീസുകാര് താമസിക്കുന്നത്? അതല്ല സാർ, ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ പ്രൊട്ടക്ഷൻ അവർക്കും ആവശ്യമുണ്ടല്ലോ. സോറി സർ, അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. സോ ക്യാമ്പ് ഇവിടെ തന്നെയാവാം. ഇവിടെ ഇപ്പോ ഒരു ശാന്തമായ സിറ്റുവേഷൻ ആണ്. എന്നാലും 1-2 ദിവസം കൂടെ കഴിഞ്ഞതിന് ശേഷം തെളിവെടുപ്പ് നടത്തിയാൽ മതിയെന്നാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശം. സർ. സ്വാമി വണ്ടിയെടു. ഇതെന്താ സാറേ, സാധാരണ ഹിന്ദുക്കളെ ദഹിപ്പിക്കുകയല്ലേ ചെയ്യണേ? ഇതെന്താ അടക്കിയിരിക്കണേ? ചെറിയ കുട്ടിയായതുകൊണ്ടായിരിക്കും. തന്നെയല്ല മർഡർ അല്ലേ, ഇനി റീപോസ്റ്റ്മോർട്ടം വേണ്ടി വന്ന. ഹലോ. എടാ നീ തിരക്കില്ല? പറഞ്ഞോ. ഇല്ല, ഞങ്ങള് ഇവിടെ ആശുപത്രിയിൽ ഡിസ്ചാർജ് ആയി. അപ്പൊ പോവാൻ നേരത്തെ വിളിച്ചതാ. ഡോക്ടർ എന്താ പറഞ്ഞേ? ഡോക്ടർ പിന്നെ 1-2 ഗുളിയെ മാറ്റി എഴുതി. പിന്നെ റോബിനോടാ സംസാരിച്ച്. അവനെ മാറ്റി നിർത്തി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അവൻ ആ ഫാർമ വരെ പോയി മരുന്ന് വാങ്ങിക്കാനായിട്ട്. നീ എവിടെയാ? ഡ്യൂട്ടിയില്ല? അതാ അവൻ വന്നേ, ഞാൻ കൊടുക്കാം. എടാ അക്ഷയ്. ഡോക്ടർ എന്താടാ പറഞ്ഞേ? എടാ നീ പേടിക്കണ്ട, ഈ റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പും കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യണം. അതുകൊണ്ട് നീ എപ്പോഴത്തേക്ക് എത്തും? സംശയടാ, ഇവിടെ ഒരു പുതിയ ഡ്യൂട്ടിയിൽ ഇപ്പൊ കയറിയതേ ഉള്ളൂ. ഇവിടെ അമ്മയുടെ അടുത്തുള്ള ഒരു ഫാമിലിയാ. ആനക കേസില്ലേ, അമ്മയ്ക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന കുടുംബമാ. ഈ പത്രത്തിലും ടിവിയിലൊക്കെ കണ്ടപ്പോഴത്തേക്കും അമ്മ പറഞ്ഞ